വീഡിയോ കോൾ ചെയ്ത് ഏട്ടൻ റെഡി ഇല്ലല്ലോ, ഏട്ടൻ കൂടി വേണേനു. സംഭവം വേറൊന്നല്ല, ഒരാൾ ഇവിടെ നമ്മളെ വിട്ടിട്ട് പോക്കാന്ന്. കാരണം ഇതാ കാണുന്നത് നല്ല ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്. അൻവി റെഡി ആയിട്ടില്ല, അൻവി കുറച്ച് കഴിയുമ്പോൾ റെഡി ആവും. അൻവി പോകുന്നതിൻ്റെ ആ ഒരു അല്ലേ, നമ്മൾ പോകുന്നില്ലേ? കുളിച്ചാ ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് പോയേ വേണ്ടു. ആ സംഭവം ഇവിടെ ഒരു ചെറിയ ചടങ്ങ് പോലെ ഒരു സംഭവം നടക്കുന്നുണ്ട്. വേറൊന്നല്ല, 7ാം മാസത്തിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ചടങ്ങുണ്ട്. ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ അൻവിൻ്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഒരു സംഭവം ഏതായാലും നമ്മളെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഒരു വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവന് നമ്മൾ വ്ലോഗ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് വിചാരിച്ചു വ്ലോഗ് ഞാനിപ്പം വന്നേ കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ വന്ന് കയറിയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും സമയത്ത് എത്തിയോണ്ട് ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ കൂടി എടുത്ത് വെച്ചേക്കാം അറിയിക്കാലോ. ഇവരുടെ ഉള്ള സ്ഥിതിക്ക് പിന്നെ ക്യാമറ എടുത്തിട്ട് ഓടാൻ ഇവരുണ്ടല്ലോ, പിന്നെ എന്തായാലും എടുക്കാലോ. അതുകൊണ്ട് അങ്ങനെ എടുത്തുള്ളൂ. ചെറിയൊരു ഇവര് പോകുന്നതെന്ന് വെച്ചാൽ അങ്ങ് ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ട് തന്നെ പുലർച്ചക്ക് പോകാൻ ഒരു ഏകദേശം എത്ര കിലോമീറ്റർ പോകാനുണ്ടല്ലേ? ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇവിടുന്ന് നടന്നിട്ട് എത്താനുള്ള ദൂരമേ ഉള്ളൂ. തൊട്ടപ്പുറം തന്നെയാണ് വീട്, അടുത്തേക്ക് പോകാനുള്ളൂ. പറഞ്ഞാല് പെട്ടെന്ന് നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമുക്കൊന്നും പറയാനണ്ട, ഇവരൊന്നും പോക്കാ പോലും അറിയില്ലേ? സന്തോഷമുണ്ടാ? സങ്കടം. ഇവളിപ്പോ ഈ കളിക്കുന്ന കളിയെല്ലാം കണ്ടാൽ ഇവളാണ് ഈ സാരി ഒപ്പിച്ച് കൊടുത്തത്. രണ്ടാള് വേറെ ഉണ്ടായിരുന്നു, രണ്ടാള് അറിയുന്നുണ്ട് മാമിയല്ലോ. അപ്പൊ അവരെപ്പുറം കൂടിയായി സാരി എടുക്കാൻ കുറച്ച് പണിയാണ്. പക്ഷെ ഈ വീഡിയോ എടുക്കണോണ്ട് മാത്രം വന്നു ഞാൻ പറയൂല കേട്ടോ ആരോടും. ഇവള് പഠിക്കാൻ വേണ്ടി അവരെപ്പുറം തന്നെ സഹായിച്ചു തന്നു നല്ലോണം. കുറച്ചെല്ലാം പഠിച്ചു വന്നേട്ടെ ഇവള്. സാരി എടുക്കാൻ അറിയാം. വെറുതെ ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കും വരും കേട്ടോ വളകാപ്പ്. വലിയ ആഘോഷമല്ല. ഇവളെ നിർബന്ധം. ഇവളും പറഞ്ഞ് പെട്ടെന്ന് തീരുമാനിച്ചോണ്ടൊന്ന് വാങ്ങി സെറ്റാക്കി വെച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഒന്നും കാര്യങ്ങളൊന്നും. പിന്നെ ചെറിയ രീതിയിലൊന്ന് വളയിടണമെന്ന് ഇവക്ക് നിർബന്ധം. നമുക്ക് എല്ലാം ആക്കാം നമുക്ക്. ഇത് നമ്മളേതായിട്ടുള്ള രീതിയിലുള്ള ഒരു വളകാപ്പ് കേട്ടോ, നമ്മളെ വീട്ടിൽ മാത്രം കാണാൻ. ശരിക്കുള്ള സംഭവം ഇങ്ങനെയൊന്നും അല്ല, പക്ഷെ നമുക്കൊരാഗ്രഹം കൊണ്ട് നമ്മളിത് ചെയ്തതേ ഉള്ളൂ. നമ്മളൊരു ചേച്ചിയുടെ ഒരു ഭാഗ്യേച്ചിൻ്റെ ഒറ്റ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു നല്ല അടിപൊളിയായിട്ട് ചടങ്ങ് നടന്നതേ ഉള്ളൂ. എല്ലാ പരിപാടിയും ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് മാത്രം ഇവിടെ ഉണ്ടാകും. എന്നിട്ട് അങ്ങ് ഇരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോളിൽ മാത്രമുള്ള ഒരു പരിപാടിക്ക് എന്തിനേക്കും വേണ്ട ഇവിടെ കേട്ടാ. എന്നിട്ട് ഇവിടെ ഒളിഞ്ഞ് എന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് ഏട്ടൻ റെഡി ഇല്ലല്ലോ, ഏട്ടൻ കൂടി വേണേനു. മറ്റേ ബർത്ത്ഡേക്ക് ആനിവേഴ്സറിക്കാനും കാര്യമില്ല. ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും അങ്ങനത്തെ എല്ലാം കാര്യമില്ല കേട്ടാന്ന് ഓളെ ക്യാമറ എടുക്കുന്നത്. പിന്നെ ഇവര് വണ്ടി കയറിയിട്ട് പോകുമ്പോ വീഡിയോ കോൾ ചെയ്യാം. അന്നേരം ഒന്ന് കരയാൻ പറഞ്ഞോ ചേട്ടാ. അല്ല ഞാനല്ല, സംഗീതാട്ടിന് എവിടെയുണ്ടെങ്കിൽ നീ കരയാ, അല്ലെങ്കിൽ അല്ല സംഗീതാട്ടിന് എവിടെയുണ്ടെങ്കിൽ സംഗീതാട്ടിന് രാത്രിക്ക് തന്നെ കൂട്ടിയിട്ട് വരും. അല്ലേ സംഗീതാട്ട് രാത്രിക്ക് തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരൂലേ? സംഗീതാട്ടിന്റെ അടി ഉണ്ടെങ്കിൽ നിൽക്കാൻ കൂടില്ല. കേട്ടോട്ട് അതെ പറഞ്ഞു. സായിജപ്പനോട് പറ തീർന്നു പറ.
അമ്മി കണ്ടാ അമ്മേനാ കുടിച്ചോ ഇല്ലോ കുടിച്ചിട്ട് വെക്കോ ഇതിൽ അമ്മ മുമ്പിലുണ്ട്. അങ്ങനെ നമ്മളെ വീട്ടിലെ വളകാപ്പ് ചടങ്ങ് കഴിഞ്ഞ് ആളങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ആ പോകുന്നതെല്ലാം നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും. എന്തിനാ കരഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. അത് ഇവൾ ആദ്യമേ പറഞ്ഞു തന്നെ കേട്ടോ. ലാസ്റ്റ് പോകുമ്പം കരയണോ അതൊരു ചടങ്ങാണെന്ന് ഇവൾ ആദ്യം ചെവിയിൽ പറഞ്ഞു ഞാൻ കേട്ടു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എങ്ങനെ നമുക്ക് നോക്കാം. അല്ല അപ്പോൾ വേറൊന്നുമല്ല, അൻവി പോകുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പോയിനി. പക്ഷേ അവിടെ പോയിട്ടാകുമ്പോൾ എന്താണെന്ന് അറിയില്ല, ആപ്പനെ പിരിഞ്ഞിരുന്നിട്ട് അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോയ മുതൽ കരച്ചിൽ വരുന്നുണ്ടാവും. ഞാനിപ്പോൾ ഏതായാലും വൈകുന്നേരം ഒന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഏട്ടന് വേടിയില്ല, വേറെ ആരുമില്ല. പിന്നെ നമ്മുടെ മൊത്തം ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരും അപ്പുറത്തുള്ള വീട്ടിലുള്ള ആൾക്കാരും അവരെല്ലാം വന്നിട്ടുള്ളത്. വളകാപ്പ് എന്നുള്ളൊരു പരിപാടിയെ പറ്റി നമ്മൾ ഉദ്ദേശിച്ചതല്ല. പക്ഷേങ്കിൽ അത് ലാസ്റ്റ് അങ്ങനെയല്ല ആയി. ഞാൻ ഈ സമയത്ത് കറക്റ്റ് സമയത്താണ് വീട്ടിലേക്ക് കയറി വരുന്നത്. വേറെ ചെറിയൊരു പരിപാടി ആയിട്ട് തലേ ദിവസമേ ഞാൻ പോയതാണ്. കറക്റ്റ് ടൈമിലാണ് ഞാൻ ഇവിടെ കയറി വരുന്നത്. ഇതിന് മുമ്പ് അൻവീൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും സംഭവമൊന്നും ഉണ്ടായില്ല. കൂട്ടിക്കൊണ്ടുപോക്കോ അത് ഇതൊന്നും ഉണ്ടായില്ല. അത് നമ്മളെ അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.